മലപ്പുറം ജില്ലയിൽ ദേശീയപാത 66 തകർന്നതിനെ തുടർന്ന് ഗത്യന്തരമില്ലാത്ത നടപടിയുമായി ഒടുവിൽ കേന്ദ്ര സർക്കാർ. കരാറുകാരന് കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തി. KNR കൺസ്ട്രക്ഷൻസിനെയാണ് ഡീബാർ ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരം തുടർ കരാറുകളിൽ പങ്കെടുക്കാനാകില്ല. ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതാണ്. പക്ഷേ ഗത്യന്തരമില്ലാതെ നടപടി സ്വീകരിക്കേണ്ടി വരുന്നു, അല്ലേ? അസിത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാനായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെയും അതോടൊപ്പം മറ്റു പാർട്ടികളുടെയും ശ്രമം ഉണ്ടായിരുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് സംസ്ഥാന സർക്കാരും അതോടൊപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സമിതി ഈ മേഖലയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ കൂരിയാട് മേഖലയിൽ എത്തി സന്ദർശനം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ അന്വേഷണ റിപ്പോർട്ടിലാണ് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട അപാകതകളും അതോടൊപ്പം KNR കൺസ്ട്രക്ഷൻ കമ്പനിക്കും ദേശീയ പാതയുമായി ബന്ധപ്പെട്ട വകുപ്പിനും ഇത്തരത്തിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായതിന് ഇതിന് പിന്നാലെയാണ് ഒരു പ്രാഥമിക നടപടി എന്ന നിലക്ക് KNR കൺസ്ട്രക്ഷൻ കമ്പനിയെയും അതോടൊപ്പം ഹൈവേ കമ്പനിയെയും അതായത് ഈ കൺസൾട്ടന്റ് കമ്പനിയായിട്ടുള്ള ഹൈവേ എഞ്ചിനീയറിംഗിനെയും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയും ചെയ്തിട്ടുള്ളത്. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെയും അതോടൊപ്പം കേന്ദ്ര ഗതാഗത ഉപരിതല മന്ത്രാലയത്തിനെതിരെയും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്താനുള്ള ഒരു നിലപാട് സംസ്ഥാനത്തിനകത്തെ ഒരു പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഈ ഒരു ഇരട്ടത്താപ്പ്, അതായത് സംസ്ഥാനത്തിനകത്തെ പ്രതിപക്ഷത്തിന്റെ ഒരു ഇരട്ടത്താപ്പ് കൂടി വെളിവാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഈ വീഴ്ച സംഭവിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം വീണ്ടും നടത്തുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട IIT പ്രൊഫസർ KR റാവുവിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഈ മേഖലകൾ സന്ദർശിക്കും. പ്രധാനമായും മലപ്പുറം ജില്ലയിലെ കൂരിയാട് മേഖലയും അതോടൊപ്പം തൃശ്ശൂരിലെ ചവറ അതോടൊപ്പം കാസർഗോഡ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലും ഈ സംഘം പരിശോധന നടത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ദേശീയ പാത അതോറിറ്റിക്കും അതോടൊപ്പം ഈ KNR കൺസ്ട്രക്ഷൻ കമ്പനിക്കും ഈ പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലൊക്കെ തന്നെ വീഴ്ച ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു നടപടിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ളത്. അതേസമയം തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിൽ കേന്ദ്ര സർക്കാർ ഇതുവരെയും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. കാരണം മലപ്പുറം ജില്ലയിൽ മാത്രം ദേശീയപാത, അതായത് 66-ൽ 95% പണി പൂർത്തീകരിച്ചിട്ടുള്ള ഘട്ടമാണുള്ളത്. ഈ ഘട്ടത്തിൽ വിവിധ മേഖലകളിലുള്ള ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലും അപകടങ്ങളും കൂടുതൽ വഷളാകുന്ന ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനികൾക്കായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കരാറുകൾ നൽകുക എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും കേന്ദ്ര സർക്കാർ ഇതുവരെയും പുറത്തിറക്കുക ചെയ്തിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പുതിയ ഒരു സമിതിയെ രൂപീകരിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് ദേശീയപാത അതോറിറ്റിക്കും KNR കൺസ്ട്രക്ഷൻ കമ്പനിക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ മുന്നിലെത്തിയത്. പിന്നീട് വലിയ വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പ്രാഥമിക നടപടി എന്ന നിലക്ക് KNR കൺസ്ട്രക്ഷൻ കമ്പനിയെ ഡീബാർ ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. അബ്ദുൾ റഷീദ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.